ഞാനിപ്പോൾ എവിടെയാണ് എന്ന് പറയട്ടെ. ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും. പല സമയത്ത് ഞാനിവിടെ ഒന്ന് താമസിച്ചിട്ടുണ്ട്. ഇത് കുറ്റാലം ഹെറിറ്റേജ് എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ്. ഞാൻ ഈ പരിസരത്ത് വരികയാണെങ്കിൽ, അതായത് തെങ്കാശി ഈ ഭാഗത്ത് എന്താ പറയുക, ഈ ഇങ്ങനെ കുറച്ച് ഏരിയ ഉണ്ടല്ലോ തമിഴ്നാടിൻ്റെ, ഈ കേരള തമിഴ്നാട് ബോർഡർ ഏരിയാസ്, എന്നാൽ ഞാനിവിടെ താമസിക്കാറ്. ഇതൊരു നല്ല ഹോട്ടലാണ്. ഇത് മലയാളി മാനേജ്മെൻറ്റാണ്. കാര്യം ട്രിവാൻഡ്രത്തെ സൗത്ത് പാർക്കിൻ്റെ ഓണർഷിപ്പാണ്, അവരുടെയാണ് ഈ ഒരു ഹോട്ടൽ. അപ്പോൾ എനിക്കവരെ പരിചയമുണ്ട്. അപ്പോൾ ഞാൻ അവിടെ വിളിച്ച് പറയും. രാത്രി ചിലപ്പോൾ പാതിരാത്രിയൊക്കെയല്ലേ ഇവിടെ വരുന്നത്. അപ്പോൾ ഈ ഭയങ്കര പാടാണ്. തെങ്കാശി സൈഡിലൊക്കെ പോയി കഴിഞ്ഞാൽ ഹോട്ടലൊക്കെ കിട്ടാനായിട്ട്. പോകുന്ന വഴിക്ക് അങ്ങനെ നമുക്ക് കിട്ടില്ല. നമ്മളല്ലെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്തിട്ടൊക്കെ വരണം. അത്യാവശ്യം നല്ലൊരു ഹോട്ടൽ കിട്ടണമെങ്കിൽ പാടാം. ഇതാകുമ്പോൾ കുറച്ച് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ, നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. ഇത് കണ്ടില്ലേ, പൂക്കളും. ഇത് ഒരുപാട് വീഡിയോസിൽ ഞാനിങ്ങനെ നടന്നു പോകുന്നത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ വെൽക്കം ടു ലക്ഷ്മി നായേഴ്സ് ട്രാവൽ വ്ളോഗ്സ്. നമ്മളിന്ന് രാവിലെ തിരിക്കുന്നു. തിരുനെൽവേലിയാണ് ഡെസ്റ്റിനേഷൻ. അവിടെ പോയിട്ട് ടെമ്പിൾ വിസിറ്റ് ഉണ്ട്. നെല്ലിയപ്പ ടെമ്പിൾ, ശിവഭഗവാന്റെ ക്ഷേത്രമാണ് തിരുനെൽവേലിയിലെ. പിന്നെ കുറച്ച് ഷോപ്പിംഗ്, കുറച്ച് ഭക്ഷണവിശേഷം, അതെല്ലാം കാണാം. അപ്പോൾ താമരഭരണി നദിയുടെ ഒരു പ്രഭ കൊണ്ട് ഏറ്റവും മനോഹരമായ ഇരുട്ട് കടയിൽ ഹൽവയൊക്കെ ഉണ്ടാവുന്ന സ്ഥലമാണ് തിരുനെൽവേലി ഹൽവ. വെരി ഫേമസ്. ഓക്കെ, തെറ്റിപ്പൂവും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ട്. അപ്പോൾ ഇപ്പോൾ രാവിലെ 7:15 ആയിട്ടുള്ളൂ നമ്മൾ ഇറങ്ങുന്നു. ഇതൊരു ബ്യൂട്ടിഫുൾ പ്രോപ്പർട്ടിയാണ് കേട്ടോ. നമ്മൾ കംപ്ലീറ്റ് ഒരു മാംഗോ, ഒരു മാന്തോപ്പ് എന്നൊക്കെ പറയില്ലേ, കംപ്ലീറ്റ് മാവാണ്. മാവിൻ്റെ ഒരു വലിയ ഗാർഡൻ തോട്ടം, അതിൻ്റെ ഇടയ്ക്കാണ് ഈ ഒരു റിസോർട്ടുള്ളത്. കുറ്റാലം ഹെറിറ്റേജ്. ഇഷ്ടം പോലെ ഗ്രീനറിയും പച്ചപ്പും കിളികളുടെ ശബ്ദവും ഒക്കെ ആയിട്ടുണ്ട്. വളരെ മഴയും കൂടി ആയതുകൊണ്ട് പറയണ്ട, അടിപൊളി. നമുക്കത് എൻജോയ് ചെയ്യാനുള്ള സമയമില്ല, രാവിലെ തന്നെ ഇറങ്ങാണ്. രാത്രിയാണ് ഇവിടെ വന്നത്. അങ്ങനെ നമ്മൾ തിരുനെൽവേലിയിൽ എത്തിക്കഴിഞ്ഞു. രാവിലെ തന്നെ. മനോഹരിയാണ് തിരുനെൽവേലി. ഒരുപാട് പഴക്കമുള്ള ഒരു നഗരമാണ്. തിരുനെൽവേലിയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് ചരിത്രം ഇറങ്ങി കിടക്കുന്ന സ്ഥലമാണ്. തിരുനെൽവേലിയുടെ പഴക്കത്തിനെക്കുറിച്ചും ഇവിടുത്തെ ജനജീവിതത്തെക്കുറിച്ചുമൊക്കെ ധാരാളം നമുക്ക് കാണാനും കേൾക്കാനും പറയാനുമുണ്ട്. അപ്പോൾ തിരുനെൽവേലി വിശേഷങ്ങൾ തുടങ്ങാം. ഒരു ആർച്ച് വേ പോലൊരു കോട്ട നമുക്ക് കാണാം. തിരുനെൽവേലിയിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇവിടുത്തെ നെല്ലിയപ്പ ടെമ്പിളാണ്, ശിവഭഗവാന്റെ ക്ഷേത്രം. അതിൻ്റെ ഫ്രണ്ടിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. നമുക്ക് അകത്തേക്ക് പോകാം. അപ്പോൾ കയറുമ്പോൾ തന്നെ കുറേ ഗോപുരങ്ങൾ കാണും. പക്ഷേ ഈ രണ്ട് സൈഡിലായിട്ടും ഗോപുരങ്ങൾക്കുള്ളിലൂടെ വാഹനങ്ങൾ പോകുന്ന കാണാം. കണ്ടില്ലേ, വാഹനങ്ങളൊക്കെ പോകുന്നത്. അതുപോലെ കുറേ കടകളും ഉണ്ടാകും രണ്ട് സൈഡിലായിട്ട്. ഇതിപ്പോൾ രാവിലെ സമയമായതുകൊണ്ട് സജീവമായിട്ടുണ്ടോ എന്നറിയില്ല. പോകാം. നമ്മളിങ്ങനെ പോകുമ്പോൾ തന്നെ ഇവിടെ എല്ലാം പശുക്കളൊക്കെ ഇങ്ങനെ അവിടെ ഇരിക്കുന്നു. അടുത്ത ഗോപുരത്തിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. അകത്തേക്ക് കയറാം. അപ്പോൾ ഇവിടെ എല്ലാ വാഹനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. ക്രോസ് ചെയ്താണ് നമ്മൾ പോകുന്നത്. നെല്ലിയപ്പ ക്ഷേത്രത്തിൽ നിന്ന് ഞാൻ പുറത്തേക്ക് വന്നു. കാണേണ്ട ക്ഷേത്രമാണ് കേട്ടോ, ഈ ഒരു രക്ഷയില്ലാകത്ത്. ഇനി പുറത്തേക്ക് നടക്കാം. നല്ല തിരക്കുണ്ട്, ട്രാഫിക്. ഈ സ്ട്രീറ്റ് കംപ്ലീറ്റ് പ്രധാനപ്പെട്ട കടകളാണ്. അപ്പോൾ നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇവിടുത്തെ ഒരു പഴയ 100 വർഷത്തോളം പഴക്കമുള്ള ഒരു ഷോപ്പിലേക്ക് പോകാം. ഇവിടെ തന്നെയാണ്, ഇച്ചിരി നടന്നാൽ മതി. ഒരുപാട് ഷോപ്സ് ഉണ്ട് കേട്ടോ. ഫാൻസി സ്റ്റോഴ്സ്, ഹോൾസെയിലായിട്ടുള്ള ജുവലറി കിട്ടുന്ന കടകൾ ഒക്കെ തുറന്നു വരുന്നേ ഉള്ളൂ. ഒരു 10-10:30 ആകുമ്പോഴേ അതെല്ലാം ഓപ്പൺ ആവുള്ളൂ. പാത്രക്കടകൾ, പല കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നോക്കി, ചെറിയ അഗ്രഹാരം, പഴയ അഗ്രഹാരം. നല്ല പഴക്കമുള്ള സിറ്റിയാണ് തിരുനെൽവേലി. ഇതൊക്കെ കണ്ടില്ലേ, ഏറ്റവും ചെറിയ നല്ല രസമുണ്ട്. അഗ്രഹാരത്തിലെ വീടുകൾ. ഒരു പാട്ടിയമ്മ ഇറങ്ങി വരുന്നുണ്ട്.
ഞാനിങ്ങനെ വായി നോക്കി നടക്കുകയാണ്. ഒരു 10:30 ആകുമ്പോഴേ ഷോപ്സൊക്കെ തുറക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ ചെയ്യാം. ഈ തമിഴ്നാട്ടിലേക്ക് ക്ഷേത്രങ്ങളുടെ ഭാഗത്തൊക്കെ വന്നാൽ അങ്ങനെ ക്യാമറ ഒന്നും അലൗഡ് അല്ല ഇൻസൈഡ്. ഭയങ്കര സ്ട്രിക്റ്റാണ്. പക്ഷെ കാണേണ്ട കാഴ്ചകളാണ് അകത്ത്. എത്രയോ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രങ്ങൾ. അപ്പോൾ കൊത്തുപണികളും എന്താ നമുക്ക് കണ്ടാൽ തന്നെ നമ്മൾ അന്തം വിട്ടു പോകുന്ന രീതിയിൽ ഭയങ്കര ഒരു ഫീലാണ്. ഒരു ശിവഭഗവാന്റെ ശിവലിംഗവും അവിടുത്തെ പൂജയും. എനിക്ക് അകത്ത് പോയപ്പോൾ ആദ്യത്തെ ഭഗവാനെ ഇങ്ങനെ പാലഭിഷേകം ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, കുളിപ്പിക്കുന്ന കുറേ ആ ഒരു സമയമായിരുന്നു. ഇവിടെ കേരളം പോലെയല്ല, ഇവിടെ ഏർലി മോർണിംഗ് അവേഴ്സിലല്ല ഇവിടെ ക്ഷേത്രങ്ങൾ തുറക്കുന്നതും ആൾക്കാർ തൊഴാൻ വരുന്നതും. ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ടാണ്, ഒരു 8 മണിയൊക്കെ ശേഷമാണ് സജീവമാകുന്നത്. സ്നാക്സ് ആൻഡ് ചായക്കടകളൊക്കെ സജീവമാണ്. ചൂട് ഉള്ളിവട, പഴംപൊരി. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഓടുകയാണ്. വിഞ്ചയ് വിലാസ്, വെരി ഓൾഡ് റെസ്റ്റോറൻറ്റ്. അത് ഈ റോഡിൽ തന്നെയാണ്. ഇത് ടെമ്പിൾ പോണ്ടാണിത്. അതിൻ്റെ സൈഡിലൂടെയാണ് നടക്കുന്നത്. അത്ര വൃത്തിയൊന്നുമില്ല. ടെമ്പിൾ പോണ്ട് കുറച്ചൊരു ഡയലാപ്പിലേറ്റഡ് കണ്ടീഷനാണ്. കടയുടെ ഫ്രണ്ടിലെത്തി. ആ ഒരു കോട്ട, നമ്മുടെ ഒരു ഗേറ്റ് വേ കാണുന്നില്ല, അതിൻ്റെ നേരെ സൈഡിലായിട്ടാണ്, ഓപ്പോസിറ്റ് സൈഡ് ഇവിടെ വരും. വിഞ്ചയ് വിലാസ് 1924 മുതലുള്ളതാണ്. 100 years old. അങ്ങനെ വിഞ്ചയ് വിലാസ് എന്നുള്ള 100 years old റെസ്റ്റോറൻറ്റ് ഇരിക്കുന്നു. ഇവിടെ ഏറ്റവും സ്പെഷ്യൽ ടൊമാറ്റോ ഊത്തപ്പം. പല ഊത്തപ്പംസ് കിട്ടും. പിന്നെ എന്നെ കിടക്കും ഊത്തപ്പം, കുറേ ആൾക്കാർ പൂരി അങ്ങനത്തെ കാര്യങ്ങളുണ്ട്, ദോശ എല്ലാം കിട്ടും. എന്നാലും ഇവിടുത്തെ ഞാൻ മനസ്സിലാക്കിയത് ടൊമാറ്റോ ഊത്തപ്പം വളരെ സ്പെഷ്യൽ. അപ്പോൾ അതെന്തായാലും അതേ കഴിക്കും. ഇത് ടൊമാറ്റോ ഊത്തപ്പം. അതിൻ്റെ മുകളിൽ ഏതാണ്ട് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ചമ്മന്തി, കട്ട ചമ്മന്തി ഉണ്ട്. ഇപ്പോൾ സാമ്പാർ, ചമ്മന്തി. ഇതാണ് ഇവിടുത്തെ വെരി സ്പെഷ്യൽ ഫുഡ്. കാര ചട്നി. ഓക്കെ, കാര ചട്നി, തേങ്ങാ ചട്നി. പിന്നെ ഇതെന്ത് ചട്നി? ഇത് കുറച്ചുകൂടെ കട്ടിയുള്ള ചട്നി. ഇത് പൊടിയല്ലേ? ഓക്കെ. പൊടി ഊത്തപ്പം കൂടി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ടൊമാറ്റോ ഊത്തപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ കൂടെ ടൊമാറ്റോയും കൂടി വരും ഇങ്ങനെ കഴിക്കുമ്പോൾ. കുറച്ച് ടൊമാറ്റോയുടെ ഒരു പുളിയും ആ ചമ്മന്തിയുടെ ഒരു സ്പൈസിനെസ്സും. അടിപൊളി, നോ രക്ഷ. ഇതിലിട്ടിരിക്കുന്ന പൊടി നമ്മുടെ സാധാരണ മുളകാ പൊടിയല്ല, ഡിഫറെൻ്റ് ആണ്. കുറച്ച് മല്ലി, അങ്ങനെ ഒരു ടേസ്റ്റാണ് വരുന്നത്. മല്ലിയുടെ ടേസ്റ്റാണ് കൂടുതൽ. സ്പെഷ്യൽ പൊടിയാണ്. ചമ്മന്തിയും ഗംഭീരം. ഇതാ പൊടി ദോശ. ഇത് പൊടി ദോശ, ഇത് ചട്നി. കൊള്ളാം. അത് പക്ഷേ ഇതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായത്. ടൊമാറ്റോ ഊത്തപ്പം അതാണ് ഇവിടുത്തെ ഏറ്റവും ഫേമസ്, ടൊമാറ്റോ ഊത്തപ്പം. അങ്ങനെ 100 വർഷം പഴക്കമുള്ള 1924 ഓൺവേർഡ്സ് ഉള്ള കടയാണിത്, വിഞ്ചയ്. ആ കോട്ടയുടെ നേരെ സൈഡിലായിട്ട് വരും. ഗോയിങ് ടു ദ ടെമ്പിൾ ആ റോഡിൽ. നന്നാറിപ്പാൽ ഇവിടുത്തെ സ്പെഷ്യലാണ്. നന്നാറിപ്പാൽ സ്പെഷ്യൽ എന്താണെന്ന് നോക്കാം. ഈ കട സ്പെഷ്യൽ കൊള്ളാലോ. ഞാനിത് ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. എന്ത് പാലായിരിക്കും? നന്നാറി സിറപ്പ് ഒഴിച്ച പാലാണെന്ന് തോന്നുന്നു. ഇത് ഈ കടയുടെ സ്പെഷ്യലാണ്. വെരി ടേസ്റ്റി. നല്ല ഐഡിയ ആണല്ലോ. നന്നാറിപ്പാൽ നമ്മളവിടെ ചെയ്തിട്ടില്ല കേട്ടോ. നന്നാറി സിറപ്പ് ഒഴിച്ചിട്ടുള്ള ചൂട് പാല്.
നമ്മൾ പാൽ സർബത്തിലൊക്കെ നന്നാറി സിറപ്പ് ഒഴിച്ച് ചെയ്യില്ലേ തണുപ്പിച്ചിട്ട്, ഇത് ഹോട്ട് മിൽക്കിൽ നന്നാറി സിറപ്പ് ഒഴിച്ചിട്ടുള്ള നന്നാറി പാൽ. അടിപൊളി, ഗുഡ് ഐഡിയ. നാട്ടിൽ തുടങ്ങിയിട്ടില്ലാത്തവർക്ക് തുടങ്ങാം. അടുത്ത ദോശ വന്നു, ഒണിയൻ പൊടി ദോശ. കണ്ടോളൂ. എൻ്റെ ദൈവമേ, ഇതെല്ലാം ഞാനല്ല കേട്ടോ ഒഴിക്കുന്നത്. എൻ്റെ കൂടെ ആൾക്കാരുണ്ട്, ഞാനിപ്പോൾ വീഡിയോയ്ക്ക് അത് കാണിക്കുന്നതേ ഉള്ളൂ. ഇതെനിക്ക് വളരെ ഇഷ്ടമായി, നന്നായിപ്പാൽ. 1924 ഇവിടുത്തെ അപ്പൂപ്പൻ തുടങ്ങിയതാണ് കേട്ടോ, ഇപ്പോഴത്തെ ഓണറുടെ. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഇവിടെ ഫ്രെയിമിൽ ഹാരമായിട്ട് വെച്ചിട്ടുണ്ട്. നല്ല പെരുമാൾ അദ്ദേഹമാണ് ഇതിൻ്റെ ഓണർ. അദ്ദേഹത്തിൻ്റെ അച്ഛനാണ് ഇത് തുടങ്ങിയത്. പഴയ ഹോട്ടൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. 1912 പഴയ ഹോട്ടൽ, ദാറ്റ് ഈസ് ഒരു ഓല താച്ച്ഡ് ഷെഡായിരുന്നു. അത് ഇതേ സ്ഥലത്ത് തന്നെ അല്ലേ, ഹിൻ്റെ സ്ഥലം. അതായത് 10 വർഷം മുന്നേ വരെ ഇതിങ്ങനെയായിരുന്നു, 1954 ഓൺവേർഡ്സ്. പക്ഷേ 1924 ഈ കോട്ടയുടെ സൈഡിലായിട്ടാണ് അപ്പൂപ്പൻ സ്റ്റാർട്ട് ചെയ്തത്, ചെറിയ രീതിയിൽ. 1924 ഉണ്ട്, അന്ന് ബ്രിട്ടീഷ് ഭരണമാണ്. പിന്നെ അത് കഴിഞ്ഞ് 1954 ഒക്കെ ആയപ്പോൾ ഈ സ്ഥലത്ത് വന്നു, ഇവിടെ തൊട്ടിപ്പുറത്ത്. അന്നേരം താച്ച്ഡ് ഇതായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകനാണ്. പിന്നെ ഇത് കുറച്ചുകൂടി ഇപ്പോൾ മോഡിഫൈ ചെയ്ത് 10 വർഷമായിട്ട്. പോയിട്ട് പറ്റുമാ? നല്ലത്, താങ്ക് യു. പത്മനാഭസ്വാമി ടെമ്പിൾ தெரியுமா? அதுக்கு பக்கத்துல ராமச்சந்திரா டெக்ஸ்டைல்ஸ் தெரியுமா? அதுக்கு பின்னாடி ഒരു കോളനി ഉണ്ട്, പത്മാനഗർ. ആ കോളനി, ആ കുളത്തിന് സൈഡിൽ രാമേന്ദ്രയുടെ ബാക്കിൽ. വന്നിരിക്കേ അല്ലേ? ആ മഹാരാജ വീട് അന്തല്ലേ, കവടിയാർ. അവിടെ കുറെ കൊട്ടാരം ഉണ്ട് ആ സൈഡിലല്ല. അപ്പം ഇപ്പോഴത്തെ ഓണറെ കണ്ടു, പെരുമാളാണ് അവരെ, പെരുമാൾ പോലാണ്. ശരി, ഇനി ഒരു ചെറിയൊരു ഷോപ്പിങ്ങിനായിട്ട് ഞാൻ സ്ഥലമൊക്കെ കണ്ടു വെച്ചിട്ടുണ്ട്. നമ്മുടെ ഫാൻസി സ്റ്റോറാണ്, വള, മാല, കമ്മൽ, അങ്ങനത്തെ കാര്യങ്ങൾ. അവിടെ പോയിട്ട് ആ കാര്യങ്ങൾ കൂടി കാണാം, മേടിക്കാം, ഷോപ്പിംഗ് എല്ലാം ചെയ്യാം. സിംഗിൾ ലെയർ വരുന്നത്, ഇത് 3 ലെയർ വരും. 3 ലെയർ വരും അല്ലേ? 3 ലെയർ വരുന്ന നോക്കട്ടെ. ഇതെടുക്കും ഒരെണ്ണം. എന്താ വില ഇത്? മൊത്തം അല്ലേ? ഓക്കെ. അപ്പോൾ ഓരോ പീസ് 2 അങ്ങനെ കിട്ടില്ലല്ലോ. ഇതിൽ ഒരു പീസ് 2 പീസില്ല. ഇത് ഒരു എത്ര പീസാണ്? 12 പീസ് ഉണ്ട്. 3 ലെയറുള്ള ചരടല്ല പീസ്. 300 സംതിങ്. ഓക്കെ. മാല, ഇതിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പെൻറ്റൻ്റ് ഇട്ടിട്ട് ഇടാൻ പറ്റും. ഇത് എടുത്തോളൂ. ആ ഇത് ആ ഫാൻസി. ഇതുമെല്ലാം ഇങ്ങനെ ഒത്തിരി ഒന്നിച്ച് വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ. ഇറ്റ്സ് ഓൾ ഹോൾസെയിൽ അല്ലേ. മാല ഇതും അതുപോലെ തന്നെ കേട്ടോ. വാവ്, ഇതെല്ലാം എന്താ വില? 65. ഇത് ഗോൾഡ്, ഇത് സിൽവർ 65. എടുക്കാം. ഇങ്ങനെ എല്ലാം കിട്ടും. വൈറ്റ് മെറ്റലിൻ്റെ ഇതെന്താ വില? 165. വാവ്, പീകോക്ക് ആൻഡ് ബ്ലൂ സ്റ്റോൺ. ഇതും അത് തന്നെ വില 165. 115.
എടുത്തോളൂ രണ്ടെണ്ണം. എല്ലാം ഗ്യാരണ്ടി ഉള്ളത്. ഓൾ ഗ്യാരണ്ടി. എത്ര നാളത്തെ ഗ്യാരണ്ടി? 6 months ഗ്യാരണ്ടി. ഓക്കെ. 6 മാസം ഗ്യാരണ്ടി ഉള്ള പീസസ് ആണല്ലോ. ആണോ? ഇതെല്ലാം ഗ്യാരണ്ടീടാ? ഓ, ഇത് ഗ്യാരണ്ടി ഉള്ളതാ? എന്താ വില ഇത്? 690. 6 months ഗ്യാരണ്ടി ആട്ടോ. 710. 710. ഓക്കെ, 710 രൂപ. 6 months ഗ്യാരണ്ടി. ഇത് സിൽവർ സ്റ്റോൺസ്. ഇതും 710 ആയിരിക്കും അല്ലേ? 785. ഗോൾഡിന് മാത്രമേ ഉള്ളൂ ഗ്യാരണ്ടി? അവർ എല്ലാത്തിനും ഉണ്ടോ? സിൽവർ ഗ്യാരണ്ടി ഇല്ല. ഓക്കെ, ഉണ്ട്, രണ്ടിനും ഉണ്ട്. ഓക്കെ, 625. വാട്ട് എ ബ്യൂട്ടിഫുൾ പീസ്. അതിൻ്റെ തന്നെ അതെ കളേഴ്സ് നോക്കിക്കോളൂ. 625. കുറേ കളേഴ്സ് ഉണ്ട്. അതെ, 625 ഉള്ളി. ബ്യൂട്ടിഫുൾ. ജിംകീസ്. ഇനി ഇവിടെ വേറെ കുറേ കമ്മൽ കളക്ഷൻസ്. അതും കൂടി കണ്ടു കഴിയുമ്പോൾ തീർന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ഉപയോഗിക്കുന്ന കാര്യമാണ് ജിംകാസ്. ഒന്ന് കാണാം. ഫാൻസി. ഇതെല്ലാം 60. എല്ലാം 60 ആയിരിക്കോ? 60 rupees. ഇതൊക്കെ 60. ഇതെല്ലാം ആ റേഞ്ച് തന്നെ കേട്ടോ. 50-60 രൂപ. ഇതെല്ലാം 60യാ? 55. ഓക്കെ, എല്ലാ കളേഴ്സും ഉണ്ട്. നമുക്കിഷ്ടമുള്ള കളേഴ്സ് എടുക്കാമല്ലോ വേണമെങ്കിൽ. 105. ഓ, 105 ഒക്കെ ഉള്ളൂ. ആണിയൊക്കെ നല്ലതാണ്. 105. നല്ല പാറ്റേൺസ്. ഇത് കുറവല്ലേ? ഇവിടുത്തെ കൂടിയതെന്ന് പറഞ്ഞാൽ 150-200 എന്നൊക്കെ പറയുന്നതാണ് കൂടി. ഇതൊക്കെ 65-70 ആ റേഞ്ചാണ്. 60. only 60. ഇതോ? ഇതും വലിയ വിലയൊന്നുമില്ല. എത്രയാ അത്? 205. അങ്ങനെ. ഓക്കെ, ഗ്യാരണ്ടി വേറെ. ഇത് ഗ്യാരണ്ടി ഉള്ള ടൈപ്പല്ല, സാധാരണ റിങ്. ഇതൊക്കെ ചെറിയ വിലയായിരിക്കും അല്ലേ? എന്താ വില? എത്രയ്ക്കാ? 4 രൂപ. അപ്പോൾ 48 എന്ന് പറഞ്ഞാൽ എത്രയ്ക്കാ? ഇത്രയ്ക്ക് 48 rupees ഉള്ളി. ഇത്രയാണ് 48. ഇത് കുറച്ചുകൂടെ ചെറിയ പൂവുണ്ടോ? ചിന്നത് ഇതന്നെ സൈസ്? ബാൻഡാണല്ലേ? ഓ, സിംഗിളാ? ഒരു 2 സിംഗിൾ തരുമോ? 2 പീസ്. ദൃഷ്ടി കാലിലിടുന്ന ആങ്ക്ലെറ്റ്സ്. ഈവിളായി ആങ്ക്ലെറ്റ് ആണ്. ഇൻവിസിബിൾ ചെയിൻസ്. ഇതൊന്നും വലിയ വിലയൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇതെന്താ വില? ഇതൊക്കെ 40, 50 രൂപ, 60. സിംഗിൾ പീസ്. പെർഫ്യൂംസാ? അങ്ങനെ സുന്ദ ഫാൻസി സ്റ്റോറിൽ നിന്നും ഇറങ്ങുന്നു ഒരു കെട്ട് സാധനമായിട്ട്. ഇത് മുഴുവൻ മാല, വള, കമ്മൽ. അപ്പോൾ ഈ സ്ഥലം മനസ്സിലായല്ലോ. ടെമ്പിളിൻ്റെ നേരെ ഫ്രണ്ടിൽ തന്നെയാണ്. ഇത് ടെമ്പിൾ ഗോപുരം ഇവിടെ നിന്ന് കാണാം. മലയപ്പ ടെമ്പിൾ, തിരുനെൽവേലി. അപ്പോൾ കാറിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. കാറ് കുറച്ച് പാർക്കിങ്ങിൻ്റെ അവിടെ ഇട്ടിരിക്കും. ഇവിടെയൊക്കെ നോ പാർക്കിംഗ് കേട്ടോ. ഇവിടെ കംപ്ലീറ്റ് ഷോപ്സിൻ്റെ ഒരു ഏരിയ ആണ്.
അപ്പോൾ ഇനി ഇവിടുന്ന് തിരിച്ച് ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിലൊക്കെ കുറേ ഹോട്ടൽസ് ഉണ്ട് നല്ലത്. അവിടെ പോയി ഒരു ഹോട്ടൽ റൂം എടുത്തിട്ട് കാർ അവിടെ പാർക്ക് ചെയ്തിട്ട് പിന്നെ ഓട്ടോയിലായിരിക്കും ഡ്രസ്സ് മാറണം. അടുത്ത ബാക്കി വിശേഷങ്ങൾ. ഇവിടെ ഒരു ടോയ് ഷോപ്പുണ്ട്. ഇതേ സ്ഥലത്ത് തന്നെ ഞാൻ തിരിച്ച് വരും. ഒരു ടോയ് ഷോപ്പുണ്ട്, ഒരു ഹോൾസെയിൽ ടോയ് ഷോപ്പ്, ഡോൾസ്, കാറൊക്കെ കിട്ടുന്നത്. കുടുവിന് എന്തെങ്കിലുമൊക്കെ മേടിക്കാം. പിന്നെ വേറെ കുറേ ഷോപ്സൊക്കെ ഉണ്ട്. ഇവരുടെ തന്നെ ലേസിൻ്റെ ഒരു കടയുണ്ട്. അവിടെ ഈ സ്റ്റിച്ചിങ് മെറ്റീരിയൽസ്, ലേസ്, പിന്നെ സ്റ്റോൺസ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കിട്ടും.